നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാസ്തയാണ്. ഈ ചിക്കൻ പാസ്ത തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് 2 കപ്പ്, അതായത് 250 ml അളവിൻ്റെ 2 കപ്പ് പാസ്തയാണ്. ഇത് ഉപ്പ് ചേർത്ത് വെള്ളത്തിലിട്ട് നമ്മൾ വേവിച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇത് ബോൺലെസ് ആണ് ചിക്കൻ. ഇതിൻ്റെ മാംസം മാത്രം 200 ഗ്രാം ഉണ്ട്. അതിലേക്ക് ആവശ്യമുള്ള സവാളയാണ് 2 മീഡിയം സൈസ് സവാളയും 1 നീളമുള്ള പച്ചമുളകും ഇതുപോലെ അരിഞ്ഞെടുത്താണ് വേപ്പിലയും ചേർക്കാം. പിന്നീട് ക്യാരറ്റാണ്, ഇത് 2 ചീകെടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്യാപ്സിക്കവും ബീൻസൊക്കെ ചേർക്കാവുന്നതാണ്. ഇതിന് കൂടെ നല്ല രീതിയിൽ പഴുത്തിട്ടുള്ള ഒരു തക്കാളി അരിഞ്ഞെടുക്കുക. ഇനി നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കണ്ട സവാള മുരിയാൻ ആവശ്യമായിട്ടുള്ള 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വേപ്പിലുണ്ടെങ്കിൽ വേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മുരിച്ചെടുക്കണം. കൂടുതലായിട്ട് മുരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ആ ഒരു പച്ചമണൽ മാറി നന്നായിട്ട് കിട്ടിയാൽ മാത്രം മതി. കൂടുതൽ മുരിച്ചെടുക്കേണ്ട. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് മുരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഇത് ഏകദേശം ഇത്ര ആയാൽ മാത്രം മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ മാത്രം, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതും കൂടി മിക്സ് ചെയ്യുക. കാരണം ഈ ചിക്കൻ പാസ്തയിൽ കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചെയ്തെടുക്കുന്നത്. ഇനിയും ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂണാണ്, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇത് രണ്ടും മാത്രം ഇപ്പോൾ ചേർത്ത് മിക്സ് ചെയ്യാണ്. കാരണം നമ്മൾ ചിക്കൻ വേവിച്ചിരിക്കുന്നത് മസാലയും മുളക് പൊടിയൊക്കെ ചേർത്തായതുകൊണ്ടാണ് ഇത്ര ചേർത്തത്. വെറുതെ ഉപ്പ് ചേർത്ത് പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ അല്ല 2 ടീസ്പൂൺ ചേർക്കുക. അതുപോലെ കുരുമുളക് 1 ടേബിൾ സ്പൂൺ ചേർക്കണം. ഇത് മുളക് പൊടി 1 ടീസ്പൂണാണ്. അപ്പോൾ നമ്മൾ വെറുതെ പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ മുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂൺ പകരം 2 ടീസ്പൂൺ ചേർത്തിട്ട് നമ്മൾ ചെയ്തെടുക്കുക. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിൽ ചെയ്തിട്ട് വേണം ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് ഏകദേശം ഉരുവായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതുപോലെ ചേർത്ത് കൊടുക്കും. കൂടെ തന്നെ ചീകി വെച്ചിരിക്കുന്ന ക്യാരറ്റും ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഉപ്പ് ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാസ്തയിലും ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്, ചിക്കനിൽ ഉപ്പുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ഇതിനാവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കൂടുതലായി ചേർത്ത് കൊടുക്കണ്ട. പിന്നീട് ചേർത്ത് കൊടുത്താലും ഇത് കറക്റ്റായ രീതിയിൽ നമുക്ക് കിട്ടും, അത് കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ടേസ്റ്റ് കൂടാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ബട്ടർ ഇഷ്ടമുള്ളവർക്ക് ഇതിൽ 1-2 ടേബിൾ സ്പൂൺ ചേർക്കാവുന്നതാണ്. ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. അതുപോലെ നറുനെയ്യ് ചേർത്താലും ഇത് വളരെ ടേസ്റ്റി ആയിട്ടായിരിക്കും ലഭിക്കുന്നത്. ഇതെല്ലാം ഒരു കൃത്യമായി വന്ന് കഴിയുമ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കനാണ് ചേർക്കുന്നത്. ചിക്കൻ ഇത് മസാലയും അതുപോലെ കുരുമുളകും മുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുത്ത ചിക്കൻ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ ഈ സമയത്ത് ചേർത്തതിന് ശേഷം വീണ്ടും മിക്സ് ചെയ്യാം. ഇതിൻ്റെ എല്ലാ ടേസ്റ്റും അതുപോലെ തക്കാളിയും അതുപോലെ ക്യാരറ്റും ചിക്കനൊക്കെ ചേർന്ന ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും. ഇതിൻ്റെ മിക്സിങ് കറക്റ്റായതിനു ശേഷം മാത്രമാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർക്കേണ്ടത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പാസ്ത മുഴുവൻ പുറത്തേക്ക് പോവാതെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ചിക്കൻ്റെ ആ ഒരു മിശ്രിതവും അതുപോലെ ഈ പാസ്തയൊക്കെ ഇതുപോലെ പതിയെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. നിങ്ങൾ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി കുറച്ചും കൂടെ സ്പേസ് ഉള്ള പാത്രമാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ചേർക്കാൻ പറ്റും. അതനുസരിച്ച് പതിയെ മുഴുവൻ ചെയ്തതിനു ശേഷം കാണിച്ചു തരാം. ഇതുപോലെ എല്ലാവരും മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേക ഭംഗിയാണ്, നല്ല മണമാണ്, ടേസ്റ്റാണ്. ഇനി അരമുറി നാരങ്ങ നീരാണ്. ഈ നാരങ്ങയുടെ നീര് കൂടി ചേരുമ്പോൾ ഇതിന് പ്രത്യേക രുചിയായിരിക്കുള്ളൂ. നമ്മൾ നാരങ്ങ നീര് ചേർത്ത ഫീൽ കിട്ടുകയും ഇല്ല, എന്നാലും പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അതും മറക്കാതെ ചേർക്കാനും പരിശ്രമിക്കണം. ഇത് ചേർത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്യുക. കാരണം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ടായാലും ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്കായിരുന്നാലും നമുക്കായിരുന്നാലും നേരത്തെ ഭക്ഷണം പോലെ കഴിക്കാവുന്ന വളരെ ഒരു ഇറ്റാലിയൻ സ്റ്റൈൽ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ഇതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു ഭക്ഷണം നമ്മൾ ഈ ഒരു ആവി വരുന്ന സമയത്ത് തന്നെ ചൂടുവെള്ളത്തിന് ഉപയോഗിക്കാം. പല മീൻകറി വെക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് 5-6 മണിക്കൂർ കഴിയണമെന്ന്. പക്ഷേ ഈ ഒരു പാസ്തയൊക്കെ ചെയ്യുമ്പോൾ ചൂടോട് തന്നെ കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാനായിട്ട് കാണിച്ചു തരാം. ഈ പ്ലേറ്റിലേക്ക് മാറ്റി കഴിക്കുന്നതിന് മുന്നായി നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ചീസ് ഉണ്ടെങ്കിൽ അതൊന്ന് മുകളിലേക്ക് ചെറുകി ഇങ്ങനെ ഇട്ടേക്കണം, ചീവിട്ടേക്കണം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ചെറിയ ആ ഒരു സ്ലൈസ് എടുത്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചതിന് ശേഷമാണ് മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത്.
ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. അത് കഴിക്കുമ്പോൾ ചീസുള്ളവരും പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും രുചി ഇഷ്ടപ്പെടും.